വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. നിലവിൽ പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളുമായി ചില കേന്ദ്രങ്ങൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമുക്കിപ്പം മന്ത്രി AK ശശീന്ദ്രനുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി ഉൾപ്പെടുത്താൻ പോകുന്നത്, അത് എങ്ങനെ ജനങ്ങളെ ബാധിക്കും എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത അദ്ദേഹത്തിൽ നിന്ന് തന്നെ തേടാം. സാർ, ഈ വളരെ വലിയ എതിർപ്പാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ഈ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ വലിയ കാലികമായ മാറ്റം അല്ലെങ്കിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന, വനത്തോട് ചേർന്നുള്ള ആളുകളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഭേദഗതി ഉണ്ടോ ഇതിൽ? ആദ്യമേ നമ്മളിതിനെ കാണേണ്ടത് മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷക സമൂഹത്തെ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ചില സംഘടനകളുണ്ട്. അവർ വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ ഉത്കണ്ഠക്കും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്കും വലിയ അടിസ്ഥാനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും സർക്കാർ ഏത് നിയമനിർമ്മാണമായി മുന്നോട്ട് പോകുമ്പോഴും ജനങ്ങളുടെ ഉത്കണ്ഠകൾ പരിശോധിച്ച് അത് ന്യായമായ ഉത്കണ്ഠയാണെങ്കിൽ അതിന് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുക. ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഈ ഭേദഗതി ബില്ലിൽ ആവശ്യമായ മാറ്റങ്ങൾ നിയമപരമായ രീതിയിൽ ഉന്നയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി ആരുമായും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. അതാണ് ആദ്യമേ എനിക്ക് വ്യക്തമാക്കാൻ. അത് അടിച്ചേൽപ്പിക്കാനുള്ളൊരു നയം സർക്കാരിൻ്റെ ഭാഗത്തില്ല. ഏത് നിയമവും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ഭേദഗതി നിയമം അതിന് ചർച്ച തുടക്കം കുറിച്ചത് ഇന്നും ഇന്നലെയുമല്ല. 2019 കേരള വനനിയമത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ ബില്ലുമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് കേരള മന്ത്രിസഭ ഇത്തരത്തിലുള്ള ഒരു കരട് ബില്ലിന് രൂപം നൽകിയത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി ഇതൊരു കരട് ബില്ലാണ്, ഫൈനൽ അല്ല എന്നുള്ളതാണ്. ഇതിലെ ഒരു വരിയും അന്തിമമല്ല, ഒരു വാക്കും അന്തിമമല്ല. അപ്പോൾ എന്താണ് പിന്നെ ചെയ്യുക? ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് എന്തിനാണ്? ഞങ്ങൾ ഈ കരട് ബിൽ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. എന്തിനാണ്? ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ഇത് പബ്ലിക് പ്രോപ്പർട്ടിയായി മാറി. അപ്പോൾ ആർക്കും ഇത് വായിക്കുകയും വിമർശിക്കുകയും അനുകൂലിക്കുകയും എല്ലാം ചെയ്യാനുള്ള അവസരമാണിത്, ഒരു പബ്ലിക്കിന്, പൊതുസമൂഹത്തിന്. അത് ഇപ്പം ഞാൻ നേരത്തെ വ്യക്തമാക്കി, അത്തരത്തിൽ ഏതെങ്കിലും സംഘടനകൾക്ക്, ചെറുതോ വലുതോ ആവട്ടെ, വ്യക്തികൾക്ക് അവർക്കുള്ള ആശങ്ക പങ്കുവച്ചാൽ, രേഖാമൂലം പങ്കുവച്ചാൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സർക്കാർ ഒരുക്കമാണെന്ന് ഞാൻ ആവർത്തിക്കുന്നു. ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? ഇത് നിയമസഭയിൽ അവതരിപ്പിക്കും. അവതരിപ്പിച്ച് അന്ന് തന്നെ പാസ്സാക്കിയല്ല, കേന്ദ്രത്തിൽ ബില്ല് പാസ്സാക്കുന്ന പോലെയല്ല. ആ ബില്ല് നിയമസഭയുടെ സബ്ജക്ട്സ് കമ്മിറ്റിക്കാണ് അയക്കുക. ആ സബ്ജക്ട്സ് കമ്മിറ്റിയാണ് ആ ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് സബ്ജക്ട്സ് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലുള്ള ബില്ലാണ് വീണ്ടും നിയമസഭയിലേക്ക് വരുന്നത്. ആ ഘട്ടത്തിലും ഗവൺമെൻറ്റിന് ഔദ്യോഗിക ഭേദഗതി അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. എല്ലാ മെമ്പർമാർക്കും ഭേദഗതികൾ അവതരിപ്പിച്ച് സംസാരിക്കാൻ, ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഇത്രയും വിപുലമായ ചർച്ചാ സാധ്യതയുണ്ട്. അതിനു പുറമെ ഗവൺമെൻറ് ആരുമായും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നൊരു സാഹചര്യത്തെ നിലനിൽക്കുമ്പോൾ അതിലൂടെയാണ് പരിഹാരം കാണാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് എന്നാണ് വിനീതമായി എനിക്ക് ഈ രംഗത്ത് പ്രതിഷേധവുമായോ വിമർശനവുമായോ സമരമായോ മുന്നോട്ട് വരുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണ് മാറ്റം? എവിടെയാണ് തെറ്റ്? എവിടെയാണ് എതിർപ്പ്? പ്രധാനമായും എതിർപ്പ് എന്ന ഭാഷയിൽ അത്തരം എതിർപ്പുള്ളവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ അധികാരം നൽകിയിരിക്കുന്നു. പുതിയ നിയമം ഇപ്പോഴത്തെ ഈ നിയമം അനുസരിച്ചാണെങ്കിൽ ആർക്ക് വേണം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അധികാരം കൊടുത്തിരിക്കുന്നു.
നേരത്തെ നിലവിലുള്ള നിയമത്തിൽ എന്താണ് എന്ന് അവർ പറയേണ്ടതുണ്ട്. ആദ്യം ഇത് പറയുമ്പോൾ ഇത് അധികാരം കൊടുക്കലാണെങ്കിൽ നിലവിലുള്ള നിയമം എന്താണ്? നിലവിലുള്ള നിയമത്തിൽ ഇനി ഫോറസ്റ്റ് ഓഫീസറാണ്. ഫോറസ്റ്റ് ഓഫീസർ എന്ന നിർവചനത്തിലോ വാച്ചർ വരെയുള്ളവർ ഫോറസ്റ്റിലെ ഓഫീസർമാരാണ്. നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു വാച്ചർക്ക് വേണമെങ്കിൽ ഒരാളെ പ്രതിയെന്ന് മുദ്രകുത്തി അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും അധികാരം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഇത് പലരും വിസ്മരിക്കുകയാണ്, മറച്ചു വെക്കുകയാണ്. നമ്മൾ മാറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിൽ നിന്നും കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ. നിലവിലുള്ളൊരു നിയമത്തിൽ മാറ്റം വരുത്തുമ്പോൾ അതിൽ കൂടുതലായി എന്തെങ്കിലും ഉണ്ടോ, കുറവാണോ? ഈ വിഷയത്തിൽ ഈ ബില്ലിലുള്ളത് വാച്ചർമാർക്ക് അതിനുള്ള അധികാരമില്ല എന്നാണ്. വാച്ചറെ ഒഴിവാക്കി ചെയ്ത് ബീറ്റ് ഓഫീസർ മുതൽ മേലോട്ടുള്ള ഓഫീസർമാരിലായി ചുരുക്കി. നേരത്തെ ഇൻക്ലൂഡിങ് വാച്ചറാണ്, ഇപ്പോൾ എക്സ്ക്ലൂഡിങ് വാച്ചറാണ്. ഇതാണ് അതിൻ്റെ അകത്ത് വ്യത്യാസം. അപ്പോൾ ആ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇതിൽ കർഷകന് എന്താണ് ഇതിനകത്ത് കുഴപ്പം? ആരെയാണ് അറസ്റ്റ് ചെയ്യുക? അതേ ശരി എന്ന് പറഞ്ഞാൽ താഴേക്കടയിലുള്ള വാച്ചർമാർക്കൊക്കെ എന്തെങ്കിലും ഇവിടെ ഉത്കണ്ഠപ്പെടുന്നത് പോലെ, സമൂഹം ഉത്കണ്ഠപ്പെടുന്നത് പോലെ വ്യക്തിവിരോധത്തിൻ്റെയും കാര്യത്തിലൊക്കെ വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ തന്നെ എന്താണുള്ളത്? ഇങ്ങനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു മാനദണ്ഡവും പാലിക്കേണ്ടതില്ല. എന്നാൽ ഇനിമേലാൽ CRPC അനുശാസിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രമേ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും പാടുള്ളൂ. അത് ആരെയാണ് നിയന്ത്രിക്കുന്നത്? ജനങ്ങളെയാണോ ഉദ്യോഗസ്ഥന്മാരെയാണോ? ഇത് രണ്ട് കാര്യത്തിലും ഉദ്യോഗസ്ഥന്മാർക്കുള്ള അധികാരത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് തെറ്റിദ്ധാരണ പടർത്തുന്നതിൽ നിന്നും അവർ പിൻവലിയണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഈ ബിഷപ്പുമാർക്കൊന്നും കാര്യങ്ങൾ പിടികിട്ടുന്നില്ല എന്നതാണോ? ഈ ഫൈനൊക്കെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. രണ്ടാമത്തത് എന്താണ്? മീൻ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. നാട്ടിലെ കർഷകർക്ക് പോയി മീൻ പിടിക്കാൻ പോലും ഇല്ല. ഇപ്പം അധികാരമുണ്ടോ? കേന്ദ്ര വന നിയമം അനുസരിച്ച് വനത്തിനകത്ത് കയറി എന്തെങ്കിലും ഏർപ്പാടുകൾ നടത്താൻ പൗരന് അവകാശമുണ്ടോ? ഇപ്പോൾ ആ അവകാശം ആദിവാസികളിൽ മാത്രമായി നിക്ഷിപ്തമായിരിക്കുകയാണ്. അത് ഞങ്ങൾ മാറ്റി എന്തെങ്കിലും പുതിയ നിബന്ധന കൊണ്ടുവരുന്നുണ്ടോ? എന്താണ് മാറ്റിയത്? നിബന്ധന എന്താണ് മാറ്റിയത്? നിങ്ങൾ നദികളിൽ വിഷം കലർത്തി മത്സ്യത്തെ പിടിക്കുന്നു, രാസലായനികൾ കലർത്തി മത്സ്യത്തെ പിടിക്കുന്നു, ബോംബ് തോട്ടകൾ പൊട്ടിച്ച് മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് പൊട്ടിക്കുന്നു. ഇതിനെയാണ് നിരോധിച്ചിട്ടുള്ളത്. അതും എവിടെയാണ്? വനത്തിനുള്ളിൽ. ഒന്നാമത് വനത്തിനുള്ളിൽ ഒരു പൗരന് പോകാൻ കഴിയില്ല. അവിടെ പോയാൽ തന്നെ തോട്ട പൊട്ടിക്കാൻ കഴിയില്ല. ഇത്തരം നിയന്ത്രണം വനത്തിന് പുറത്തുള്ള നദിയിലെ അവകാശം വനത്തിനില്ലല്ലോ, വനം വകുപ്പിനില്ലല്ലോ. അല്ല, ഇങ്ങനെ വിഷം കലർത്തി മീൻ പിടിക്കാനുള്ള അധികാരം നൽകേണ്ടതുണ്ടോ, നൽകണമെന്നാണോ സമൂഹം ആലോചിക്കുന്നത്? അതിന് കുഴപ്പമെന്താണ്? ആ വെള്ളം മലിനീകരിക്കപ്പെടുകയാണ്. ഈ വെള്ളം തന്നെയാണ് മൃഗങ്ങളും ഒരു ഘട്ടത്തിൽ ശുദ്ധീകരിച്ച് മനുഷ്യനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ജലമലിനീകരണം എന്ന നിയമത്തിൻ്റെ കൂടി പരിധിയിൽ വരുന്നതാണ് ഈ കാര്യം. ജലമലിനീകരണം ഏതെങ്കിലും നിയമം അംഗീകരിക്കുന്നുണ്ടോ? നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഏതെങ്കിലും ഒരു നിയമം ജലമലിനീകരണം അനുവദിക്കുന്നുണ്ടോ? ജലം മലിനീകരിക്കാൻ ശ്രമിച്ചാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നടപടിയെടുക്കാവുന്ന സാഹചര്യം ഇപ്പോഴുമില്ലേ? അപ്പോൾ അത് മുഴുവൻ വനം വകുപ്പിൻ്റെ തലയിൽ കെട്ടിവെക്കും. അപ്പം മീൻ പിടിക്കാൻ ഇപ്പോഴും അവകാശമുണ്ട്. എന്നാൽ വനത്തിനുള്ളിൽ മീൻ പിടിക്കാൻ ഇപ്പോഴാർക്കാണോ അവകാശം അവർക്ക് തന്നെയാണ് അവകാശം. അവരായാലും ആരായാലും ഇത്തരം മാരക രാസവസ്തുക്കളും തോട്ടയും ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നതിനെയാണ് ശക്തമായി നിരോധിച്ചിട്ടുള്ളത്. അത് കർഷക വിരുദ്ധമാകുന്നത് എങ്ങനെയെന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത്. പിന്നെന്താണ്? ഫൈനുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു എന്നതാണ് മറ്റൊരു ആരോപണമായി പറയുന്നത്. അതെ, 12-13 വർഷം മുമ്പ് നിശ്ചയിച്ച ഫൈനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് നേരിയ തോതിലുള്ള മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് നമ്മൾ വരുത്തിയിട്ടുണ്ട്.
കാരണം ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്താലും നിസ്സാരമായ ഒരു ശിക്ഷ മാത്രമേ ഇപ്പോൾ നിർത്തുള്ളൂ. അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് കൂടിപ്പോയെങ്കിൽ അത് പിന്നെ പരിമിതപ്പെടുത്തുന്നതിനോ അതിനകത്ത് നിന്ന് ഒരു മാറ്റം വരുത്തുന്നതിനോ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ചർച്ചയിലൂടെ വേണമെങ്കിൽ ഫൈൻ വളരെ ഒരു അശാസ്ത്രീയമായ വർധനയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആലോചിക്കാവുന്നതാണ്. കുറ്റം ചെയ്തവർക്കാണ് ഫൈൻ. അവിടെയും നമ്മൾ ആലോചിക്കേണ്ടത് കർഷകൻ എങ്ങനെയാണ് ദോഷമായി ബാധിക്കുക എന്നുള്ളത്. കർഷക ദ്രോഹം എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈനിൽ കൊണ്ടുവരാൻ ഇതിൽ എന്താണുള്ളത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ എന്താണ്, നമുക്ക് പിന്നെ മറ്റെല്ലാ മേഖലയിലും കോടതിയിൽ വെച്ച് കേസ് രാജിയാവാകാനുള്ള വകുപ്പുണ്ട്, കോമ്പൗണ്ടിങ്. ഇവിടെ അതില്ല, വനത്തിലതില്ല. അപ്പോൾ കോമ്പൗണ്ടിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നാണ് മറ്റൊരു ഭേദഗതി. അതെങ്ങനെയാണ് കർഷക വിരുദ്ധമാവുക? കേസുകൾ വേഗത്തിൽ തീർക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും, മറ്റേത് കോടതിയിൽ ഇങ്ങനെ അനന്തകാലത്തേക്ക് നീണ്ടുപോകുന്നതിന് പകരം കോടതി നിശ്ചയിക്കുന്ന ഒരു സംഖ്യ കെട്ടിവെച്ച് കേസ് രാജിയാകുന്നത് കൊണ്ട് സർക്കാരിനും ഗുണമാണ്, കർഷകനും ഗുണമാണ്, അല്ലേ? അപ്പോൾ അതെങ്ങനെ കോമ്പൗണ്ടിങ് അത് നമ്മൾ ഏർപ്പെടുത്തി. പിന്നെ എന്താണ്, ഇനി ഒന്നും കൂടിയുണ്ട്. ചന്ദന മരങ്ങൾ മുറിക്കാൻ സ്വന്തം വ്യക്തിയുടെ വീട്ടുവളപ്പിൽ വളർന്ന ചന്ദനം വിൽക്കാനോ പാടില്ല. അതിനുള്ള അവസരമാണ് നമ്മളിപ്പോൾ നൽകിയിരിക്കുന്നത്. ചന്ദനം മുറിക്കാനും വിൽക്കാനുമുള്ള അധികാരം പൗരന് നൽകിക്കൊണ്ടുള്ളൊരു ഭേദഗതിയാണ് ഇത് നമ്മൾ നിശ്ചയിച്ചത്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ പിന്നെ തസ്തികയുടെ പേര് മാറ്റമുണ്ട്. അതൊന്നും അതെ. പിന്നെ ഇതിനകത്ത് മുള സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ മുള മുറിക്കണമെങ്കിൽ ഇപ്പോൾ ആരുടെ അനുവാദം? വനംവകുപ്പിൻ്റെ അനുവാദം വേണം. അപ്പോൾ മുറിക്കാവുന്ന മരങ്ങളുടെ പട്ടികയിൽ നിന്നും മുള എന്ന ഭാഗം ഒഴിവാക്കി. അതിനർത്ഥം എന്താണ്? മുള മുറിക്കാനും വിൽക്കാനും ഒക്കെ പൗരന് സാധിക്കും. ഈ സഭാ നേതാക്കൾക്ക് ഇതൊക്കെ അറിയാം, അവരും ഇതിൻ്റെയൊക്കെ ഭേദഗതിയുടെ ഒരു ഭാഗമൊക്കെ വായിച്ചു കാണും. അല്ലെങ്കിൽ ഇതെന്താണ് അവർക്ക് മനസ്സിലാവാത്തത്? താങ്കൾക്കെതിരെ നിരന്തരം വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്, അതൊരു ബോധപൂർവമായ ഒരു ശ്രമമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വിഭാഗം, എല്ലാവർക്കും ഒരു ചെറിയ വിഭാഗത്തിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പ്രചാരകരായാണ് മറ്റു പലരും മാറുന്നത്. എന്താ കാര്യം? മലയോര മേഖലയിലെ കർഷക സമൂഹത്തിൻ്റെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഇത്തരം സംഘടനകൾ പരസ്പരം മത്സരമാണ്. പ്രത്യേകിച്ചും അതിന് കിഫ പോലുള്ള സംഘടനകൾ വളരെ ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. അവരുടെ എല്ലാവരും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ആ ഭാഗത്ത് പോകാനേ പാടില്ല. അവർക്ക് കാട്ടുകള്ളന്മാർക്ക്, മരം മുറിച്ച് കള്ളക്കടത്ത് നടത്തുന്നവർക്ക്, വനം കയ്യേറിയവർക്ക് ഒരു ശിക്ഷയും ഉണ്ടാകാമില്ല. സ്വതന്ത്ര സ്വൈര്യ വിഹാരത്തിനുള്ള സാഹചര്യം അവിടെ സൃഷ്ടിക്കണമെന്നാണ് ഈ എതിർപ്പുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുക. അപ്പോൾ അവർ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോട് വരിക, ഗവൺമെൻറ്റിന് മുമ്പാകെ അവരുടെ പരാതികൾ സമർപ്പിക്കുക. ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാണ്. മാറ്റങ്ങൾ വരുത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഒരു പിടിവാശിയൊന്നുമല്ല, ഒരു ഏറ്റവും പ്രായോഗികമായ ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത്, സുപ്രീം കോടതിയുടെ വിധികൾ പാലിക്കുന്നതിന് അനുസൃതമായ ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അതാണ് മറ്റൊരു കാര്യമായിട്ടുള്ളത്. ഇവർ നിരന്തരം ഇപ്പം ആന മനുഷ്യനെ കൊന്നാൽ അല്ലെ ഇതുപോലുള്ള എന്ത് സംഭവങ്ങളുണ്ടായാലും ഉടനെ താങ്കൾക്കെതിരെ തിരിയുകയാണ്, താങ്കൾ രാജിവെക്കണം, മന്ത്രിസ്ഥാനം ഒഴിയണമെന്നൊക്കെ പറയുന്ന ഇത് തന്നെ പാർട്ടിക്കുള്ളിലും നടക്കുന്നില്ല. ഇത് രണ്ടും ചേർത്ത് വായിക്കാൻ കഴിയുമോ? ഈ പുറത്തെ എതിർപ്പും അകത്തെ എതിർപ്പൂടെ? അയ്യോ, അതൊന്നും ഒരു താരതമ്യമോ ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമാണ്. പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് അതിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ അവിടെയാണ് ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് എന്ന ഈ സമൂഹമാണ് ആലോചിക്കേണ്ടത്. ഈ വന്യജീവി സംഘർഷം ഒരു ദുരന്ത കഥയായി തുടരുക തന്നെയാണ് ചെയ്യുന്നത്. അതിലൊന്നും എനിക്കൊരു സംശയമൊന്നുമില്ല. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? ഈ ഡിസംബർ മാസം വരെ
37 പേരാണ് ഈ വർഷം മരണപ്പെട്ടത്. അത് തന്നെ വലുതാണ്, അത് ചെറുതൊന്നുമല്ല, ഒരാൾ പോലും വലുതാണ്. എന്നാൽ അതിനു മുമ്പുള്ള വർഷം ഈ 19, 18, 20, 21 വർഷങ്ങളിൽ 125, 123, 126 നിയന്ത്രിച്ച് വരുന്നു. എന്നാലും അത് തീർന്നില്ല. അപ്പോൾ എന്താണ്, അതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് വേണ്ടത്. 2021 ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 10 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന 620 കോടി രൂപ ചെലവ് വരുന്ന ഒരു ബൃഹൽ പദ്ധതി തയ്യാറാക്കി ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ മന്ത്രിയെ കണ്ട് സമർപ്പിച്ചു. 1 രൂപയുടെയെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ മറ്റു കാര്യങ്ങളിൽ എന്ന പോലെ അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയ തുക കണ്ടെത്തി പടിപടിയായി മാത്രമേ ഈ കാര്യത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും. എന്നിരുന്നാലും ഈ ഗവൺമെൻറ് 7 RRTകൾ പുതുതായി അനുവദിച്ചു. കൊല്ലപ്പെടാനിടയായവർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 21 കോടി രൂപ കൊടുത്തു. കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കണക്കാക്കി അത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കൊടുത്തു തീർത്തു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ മരണങ്ങളിലും ആദ്യ ഗഡു പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞു. രണ്ടാം ഗഡു കൊടുക്കുന്നതിന് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് വേണമെന്നതാണ് നിബന്ധന. അതില്ലാതെ കൊടുത്താലുള്ള പ്രശ്നം, കൊടുത്ത ഉദ്യോഗസ്ഥന് ഭാവിയിൽ കണക്ക് പറയാൻ കഴിയില്ല. കാരണം കുറേ കഴിയുമ്പോഴാണ് അവകാശ തർക്കം വരിക. ആദ്യം എല്ലാവരും വലിയ ദുഃഖത്തിലും പിന്നെ എന്ത് ചെയ്താലും തർക്കമുള്ളതെന്നൊക്കെ വളരെ സിമ്പതി ദയാപൂർവമൊക്കെ ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പം ഈ കിട്ടുന്ന സഹായധനത്തിൽ ഞാനാണ് അർഹൻ എന്ന കേസ് പല കാര്യത്തിലും വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ അയാളാണ് അനന്തരാവകാശി എന്ന് നിയമപരമായി ബോധ്യപ്പെടുക. ആ അനന്തരാവകാശിയെ നിയമപരമായി നിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കാതെ കൊടുത്താൽ കൊടുത്താൽ നാളെ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആണ് ആ നിബന്ധന. എന്നായിരുന്നാലും ചില ഘട്ടങ്ങളിൽ ജില്ലാ കളക്ടർമാർ റിസ്ക് എടുത്ത് അങ്ങനെ ചെയ്യുന്നതിന് കാരണം അത് ആ സാഹചര്യത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇനി അതുണ്ട്, അതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം അവർക്കറിയാൻ കഴിയും. ഇപ്പം അദാലത്ത് വന്നല്ലോ, കോഴിക്കോട് ജില്ലയിൽ 2 പരാതിയാണ് വനത്തെക്കുറിച്ച് വന്നത്. അത് തന്നെ എന്താണ്, ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവും മനുഷ്യ സംരക്ഷണവും ഒരുപോലെ കണ്ട് പരിഹാരം കാണുന്നതിനുള്ളൊരു നിലപാട് മാത്രമാണ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സ്വീകരിക്കാൻ കഴിയുക. ആ നിലപാടുമായാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ ഒരു ചെറിയ പാർട്ടിയിലോ വിമർശിച്ചാലൊന്നുമില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. അല്ല സാർ, താങ്കളെ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രാജി ആവശ്യം വളരെ സജീവമായിട്ട് നിൽക്കുക. ഈ മുഖ്യമന്ത്രി താങ്കളോടൊപ്പം തന്നെയാണ് എപ്പോഴും? അല്ല, മുഖ്യമന്ത്രി എങ്ങനെയാണ് എന്നോടൊപ്പം ആവുക? അല്ല, താങ്കൾ മന്ത്രിസ്ഥാനത്ത് തുടരണമെന്ന അഭിപ്രായം? ഇല്ല, അങ്ങനെ ഒരു അഭിപ്രായവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ശശീന്ദ്രനെ സംരക്ഷിക്കുകയും ശശീന്ദ്രൻ മന്ത്രിസഭയിൽ തുടർന്നില്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് എന്തോ ഒരു പ്രയാസം വന്നു പോകുന്നു, അങ്ങനെ ഒരു തെറ്റായ ചിന്തയൊന്നും പിന്നെ മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ എൻ്റെ പാർട്ടിക്കോ ഇല്ല. പാർട്ടിക്കുള്ളിൽ അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഞാനാവേണ്ടത്, മുഖ്യമന്ത്രിയുടെ പ്രശ്നം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള പാർട്ടിയുടെ നീക്കം വ്യക്തിപരമായ മുഖ്യമന്ത്രിക്ക് മാത്രമുള്ള പ്രത്യേക ചില കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറേ പരാതികൾ, സംശയാസ്പദമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാൻ പ്രയാസമുണ്ട് എന്ന നിലപാട് മാത്രമേ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളൂ. ആ കാര്യത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി എന്നുള്ള നിലയിൽ അത് മുഖ്യമന്ത്രി ഔദ്യോഗികമായി അറിയിച്ച പശ്ചാത്തലത്തിൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ അതാത് കക്ഷികൾക്കാണ് അവർക്ക് കിട്ടിയ മന്ത്രിമാരുടെ എണ്ണം പേര് തീരുമാനിക്കാനുള്ള അധികാരം എന്നാണെങ്കിലും ഭരണഘടനാപരമായി മുഖ്യമന്ത്രിയുടെ വിശ്വാസവും സംതൃപ്തിയും ഒരു പ്രധാനമാണ്.
തോമസിനെ കുറിച്ച് വിശ്വാസവും കുറവും സംതൃപ്തിക്കുറവും ഉണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആർക്കും തോമസിനെ മന്ത്രിയാക്കണമെന്ന് നിർബന്ധിക്കാൻ അധികാരമില്ല. ആ പശ്ചാത്തലത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തർക്കവും ചർച്ചയും പോരാട്ടവും നടത്തുന്നതിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ചാണ് പാർട്ടി അണികൾ സമൂഹം ചിന്തിക്കുന്നത്. ഇപ്പോൾ താങ്കൾ രാജിവെച്ചാലും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുമെന്നൊരു ഉറപ്പുമില്ല, അതല്ലേ പറഞ്ഞു വരുന്നത് അല്ലേ? അല്ല, ഞാൻ എൻ്റെ നിലപാട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നത് പാർട്ടിയുടെ ഒരു ആഗ്രഹവും ആവശ്യവുമാണ്. ആ ആവശ്യം സാധിക്കുന്ന സാഹചര്യം ഇന്ന് രാവിലെ 9 മണിക്കുണ്ടായാൽ 9:15 മണിക്ക് ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ 1-2 തവണ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നില്ലേ? പാർട്ടി അധ്യക്ഷനും താങ്കളും. അല്ല, മുഖ്യമന്ത്രി ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ അസംതൃപ്തി അറിയിച്ചല്ലോ. ഈ അറിയിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നേതൃത്വവുമായി ഞങ്ങൾ ചർച്ച നടത്തിയത്. കേന്ദ്ര നേതൃത്വം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഔദ്യോഗികമായി രേഖാമൂലം മുഖ്യമന്ത്രിയോട് പാർട്ടിയുടെ ആഗ്രഹം അറിയിക്കണം, അത് 3 പേരും ഒരുമിച്ച് പോകണം, എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് എന്നെ അറിയിക്കണം. അതിനുശേഷം CPIMൻ്റെ കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തണമെങ്കിൽ നടത്താം. അങ്ങനെ നടത്തിയതിന് ശേഷം എന്തു ചെയ്യണമെന്ന വിവരം ഞങ്ങൾ അറിയിക്കാം, അതിനനുസരിച്ച് പ്രവർത്തിക്കാം. ഈ ഒരു ധാരണയുണ്ടായിട്ട് 2 മാസമായി, 3 മാസമായി. ആ ധാരണയുണ്ടായതിനു ശേഷം പിന്നെയും ചർച്ചകളും കൂടിയാലോചനകളും പ്രസ്താവനകളും വാർത്തകളും വരുത്തുന്നത് അനാരോഗ്യകരമായ പ്രവണതയാണ്. അതാണ് താങ്കളിപ്പോൾ പറഞ്ഞ പോലെ പാർട്ടി തർക്കം. നമ്മൾ ഒരു കാര്യം നേതൃത്വത്തിന് വിട്ടുകൊടുത്താൽ ആ ചർച്ച 17-ാം തീയതി മിനിയാന്നാണ് ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ CPIMൻ്റെ പ്രമുഖ നേതാവായ പ്രകാശ് കാരാട്ട് ഒരു ചർച്ച മിനിയാന്നാണ്. അപ്പോൾ അതിനിടയ്ക്ക് 2-3 മാസം ഇവിടെ നടന്ന ചർച്ചകൾ എന്തിനാണ്? പിന്നെ എന്തിനാ യോഗം കൂടി ശശീന്ദ്രൻ മാറ്റണ്ടേ എന്നൊരു ചർച്ച നടത്തിയത്? അപ്പോൾ അത് അവിടെയാണ് സംശയം, അല്ലാതെ വേറെ സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ ആവർത്തിക്കുന്നു, ഇന്ന് രാവിലെ 9 മണിക്ക് തോമസിനെ മന്ത്രിയാക്കാമെന്നതിന് വിരോധമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി വീശിയാൽ 9:15 രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ തോമസ് കെ തോമസിൻ്റെ മന്ത്രിയാവണമെന്ന ആവശ്യത്തിന് PC ചാക്കോ കൂട്ടു നിൽക്കുന്നതാണോ, അതോ PC ചാക്കോയ്ക്ക് താങ്കളെ മാറ്റണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുമോ? അല്ല, എന്തായാലും അത് നടക്കാത്തൊരു കാര്യത്തിന് എന്നെ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ചർച്ചയാണെങ്കിൽ അത് തോമസ് കെ തോമസുമായിട്ടും മുഖ്യമന്ത്രിയായിട്ടൊന്നും ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. മന്ത്രിസ്ഥാനത്ത് നിന്ന് എന്നെ പിൻവലിക്കണമെന്ന് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് മാത്രമായി ചർച്ച ചെയ്താൽ പോരെ. അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മുഖ്യമന്ത്രി അടുത്ത നിമിഷത്തിൽ എന്നെ മാറ്റുമല്ലോ. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പാർട്ടി മുഖ്യമന്ത്രിയോട് പാർട്ടിയുടെ മന്ത്രിയെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ നിമിഷം മുഖ്യമന്ത്രി ആ കാര്യം നിർവഹിക്കും. അതും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെയിരിക്കെ എൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ കൊണ്ടോ എന്നിലുള്ള അസംതൃപ്തി കൊണ്ടോ എൻ്റെ ഭാഗത്തുള്ള പോരായ്മകൾ കൊണ്ടോ ആണ് മന്ത്രിസ്ഥാനത്ത് എന്നെ നീക്കണമെന്ന് പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിഷയം മാത്രമല്ല, എന്തിനാണ് നടക്കാത്തൊരു കാര്യം എന്നും ബോധ്യമായിട്ട് പോലും തോമസ് കെ തോമസിൻ്റെ മന്ത്രിയാകാനാണ് എന്ന ഒരു മറയെന്തിനായിരുന്നു? അതൊരു പരിചയമാണ്. എന്തിനാണത്? എന്തിനാണ് അദ്ദേഹത്തെ വെറുതെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ശരിയാണ്. അദ്ദേഹത്തെ വെറുതെ എന്തിനാണ് വിവാഹത്തിൽ വലിച്ചഴച്ചത്? ഇപ്പോൾ ഏത് പാർട്ടിക്കുണ്ടാവും മന്ത്രിയുടെ പ്രവർത്തനം വിലയിരുത്തി ആ മന്ത്രിയുടെ പോരായ്മകളുണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് മാറണമെന്ന് ആവശ്യപ്പെടാനും പറയാനും ചർച്ച ചെയ്യാനും പാർട്ടികൾക്ക് അധികാരമുണ്ട്. എൻ്റെ പാർട്ടിക്കും അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ചർച്ച ചെയ്യാൻ പോരെ. എന്തിനാണ് ഈ ചർച്ചയിലുടനീളം തോമസിന് മന്ത്രിയാകണം എന്ന വാദഗതി ഉന്നയിച്ചത്? മറ്റേത് പാർട്ടി പ്രസിഡന്റ് പറയും, മന്ത്രിയുടെ പ്രവർത്തനം നമുക്കൊന്ന് അവലോകനം ചെയ്യണം, ചില പ്രശ്നങ്ങളുണ്ട്, അത് മാത്രം എടുത്താൽ പോരെ. ഈ മുന്നണിക്കുള്ളിൽ ഒരു കെട്ടുറപ്പിനെയും ബാധിക്കും ഇത്തരമൊരു അതെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന് വിരുദ്ധമായി പ്രതിഷേധ സൂചകമായി AK ശശീന്ദ്രനെ പിൻവലിച്ചാൽ വേണ്ടെന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പാണ്, വിയോജിപ്പാണ്. സ്വാഭാവികമായും അത് അകൽച്ചക്കാണ് വഴിവെക്കുക. അത് LDFുമായുള്ള NCPയുടെ ബന്ധത്തെയും കാലക്രമേണ ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആവണം എന്നതാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ അധ്യക്ഷനൊരു ഇടത് മനസ്സിപ്പോഴും പൂർണ്ണമായി അങ്ങ് എത്തിയിട്ടില്ല എന്നൊരു
തോന്നുന്നുണ്ടോ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അദ്ദേഹം എന്നേക്കാൾ ഇടതുപക്ഷ രാഷ്ട്രീയ സ്വഭാവമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് അനാവശ്യമായി വ്യക്തിപരമായ കാരണങ്ങളായിരിക്കാം എന്ന് എനിക്ക് തോന്നുള്ളൂ. അല്ല, അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ട് താങ്കളെ മാറ്റാനെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ ഇപ്പോഴും? അല്ല, അത് പാർട്ടിയുടെ മന്ത്രി ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ അത് ഞാൻ പക്ഷേ അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആകാമല്ലോ. വളരെ ലളിതമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ലേ അത്. അതിപ്പം പാർട്ടിയുടെ ഉന്നത തല നേതൃയോഗം കൂടി ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഇദ്ദേഹത്തെ കൊണ്ട് ഇന്ന കുഴപ്പങ്ങളുണ്ട് പാർട്ടിക്ക്, അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം, പാർട്ടി തീരുമാനിക്കുന്നു മാറ്റണം. അദ്ദേഹം അത് ഡൽഹിയിൽ അറിയിക്കും, കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നു. അവരെന്നോട് പറയുന്നത് നിങ്ങളിപ്പോൾ റിസൈൻ ചെയ്യണമെന്ന്. ഞാൻ റിസൈൻ ചെയ്യുമല്ലോ, ഇപ്പോഴും തയ്യാറാണ്. പിന്നല്ലാതെ. പക്ഷേ അത് വളരെ സുതാര്യമായിരിക്കണം, നേർക്കുനേരെയായിരിക്കണം, സംഘടനാപരമായ മര്യാദകൾ പാലിച്ചുകൊണ്ടാവണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായോ മുഖ്യമന്ത്രിയുമായോ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാകരുത്. മുഖ്യമന്ത്രി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പഴയ നിലപാടിൽ തന്നെ നിൽക്കുകയുമാണ് അല്ലേ? അതവർ ഔദ്യോഗിക അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചിരിക്കുന്നു. വനനിയമത്തിലുള്ള അല്ലെങ്കിൽ വനനിയമ ഭേദഗതിയിലുള്ള എതിർപ്പുകൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് എന്നുമാണ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. പാർട്ടിക്കുള്ളിലെ തർക്കത്തെക്കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുമുണ്ട്. പാർട്ടി ഈ മന്ത്രി രാജിവെച്ചാൽ പകരം ആളെ മന്ത്രിയാക്കുമെന്ന ഒരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരമൊരു തൃപ്തി മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊന്നും ഇല്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് വെറുതെ എന്തിന് രാജിവെക്കുന്നു, പാർട്ടി ഒരു കൃത്യമായ നിയതമായ രീതിയിൽ പറഞ്ഞാൽ രാജിക്ക് തയ്യാറാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.